ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിരഞ്ജൻ പൊന്നുമണിയെ ഉപദേശിക്കുകയാണ്. നീ അറിവില്ലാത്ത പ്രായത്തിൽ ഒരു തെറ്റ് ചെയ്തു, അത് ഞങ്ങൾ എല്ലാവരും ക്ഷമിച്ചു എന്ന് കരുതി വീണ്ടും ആ തെറ്റ് ആവർത്തിക്കരുത്. മാഷേട്ടിനെ രക്ഷിക്കാൻ മാത്രമാണ് അറിയൂ എന്ന് നീ കരുതണ്ട. ഇത് നിനക്ക് തരുന്ന ലാസ്റ്റ് വാണിംഗ് ആണ്. നന്നായിട്ട് പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി നോക്കും. അല്ലാതെ നിന്നെ ഓട്ടോക്കാരനൊക്കെ കൊണ്ടുവന്ന് നിന്നെ ഒഴിപ്പിക്കാനല്ല നോക്കുന്നത്. അത് നീ മനസ്സിലാക്കണം. നീ കരുതുന്നത് പോലെ നിന്നെ ഇവിടെ നിന്നും ഒഴിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുകയാണെന്നൊന്നും നീ കരുതണ്ട. നിന്റെ ഭാവി സുരക്ഷമാക്കാൻ ഞങ്ങൾ നോക്കിയത്. ഇങ്ങനെ തന്നെ നീ തുടർന്നു പോവാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ എനിക്കും അക്ഷരയ്ക്കും അത് കണ്ടില്ല എന്ന് നടിച്ചാൽ മതി. ഇത് നിനക്ക് തരുന്ന ലാസ്റ്റ് വാണിംഗ് ആണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നിരഞ്ജൻ പോകുന്നത്. അത് കേൾക്കുമ്പോൾ പൊന്നുമണി ഒന്നും മിണ്ടാതെ ചേട്ടന് ഇതുവരെ കാണാത്ത മുഖവ്യത്യാസമാണല്ലോ കാണുന്നത് എന്നുള്ള ഭാവത്തിൽ പേടിയോട് കൂടിയിട്ടാണ് കേട്ടോണ്ട് നിൽക്കുന്നത്. പിന്നീട് ദേവിക വരുന്ന വഴിയിൽ നടേശനെ കാണാൻ കേട്ടോ. അപ്പോ നടേശൻ ദേവികയെ കളിയാക്കിക്കൊണ്ട് ചോദിക്കാണ് ആരിത് എന്ന് ചോദിക്കുമ്പോൾ ദേവിക തിരിച്ചും നടേശനെ കളിയാക്കിയിട്ട് പറയാണ്, സാറിന് എന്നെ മനസ്സിലായില്ലേ, ഞാൻ ദേവിക, മനോഹരന്റെ മരുമകൾ എന്ന് പറയുമ്പോൾ നടേശൻ പറയാണ്, എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല കൊച്ചെ, നിന്നെ ഞാൻ മറക്കത്തില്ല. ഇപ്പോ അഥവാ ഞാൻ മറന്നാലും എന്റെ മോള് നിന്നെ ഒരിക്കലും മറക്കത്തില്ല. എന്നോടുള്ള അടുപ്പം കൊണ്ടല്ലേ മനോഹരനെ ഞാനൊന്ന് സൽക്കരിച്ചു വിട്ടത്. കേട്ടപ്പോ ദേവികയ്ക്ക് അങ്ങ് ദേഷ്യം വരിക കേട്ടോ. എന്നിട്ട് ദേവിക പറയാണ്, ആ സൽക്കാരത്തിനുള്ള മറുപടി ഞാൻ നിനക്ക് തരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിനെന്താ, നമുക്കങ്ങ് കൊണ്ടും കൊടുത്തും ഇങ്ങനെ മുന്നോട്ട് പോവാം. അതിനിടയ്ക്ക് നീ എന്റെ മോളുടെ ജീവിതത്തിലേക്ക് ഒരു കരടായി കടന്നു വന്നാൽ നിന്നെ ഞാൻ തീർത്തു കളയും. നിന്നെ മാത്രമല്ല നിന്റെ കുടുംബത്തെയും ഒന്നടക്കം ഞാൻ തീർത്തു കളയും എന്ന് പറയും. ദേവിക ഒരു പുച്ഛഭാവത്തോടെ, എടോ റിട്ടയർഡ് ഡിവൈഎസ്പി നടേശൻ സാറേ, ഉണ്ടെങ്ങ് ഒരു കാക്കിയിട്ടു എന്ന് കരുതി ആ അധികാരത്തിന്റെ പേരിൽ ദേവികയുടെ അടുത്തേക്ക് വന്നേക്കരുത്. മുന്നും പിന്നും നോക്കാനില്ലാത്തവളാണ് ഈ ദേവിക എന്ന് കരുതി എന്നെ എന്തെങ്കിലും ചെയ്താൽ ഞാനത് ക്ഷമിക്കും. പക്ഷെ എന്റെ അച്ഛനെതിരെ നീ ഇനി ഒരിക്കൽ കൂടി എന്തെങ്കിലും ചെയ്താൽ പിന്നെ ഞാൻ അത് ക്ഷമിക്കില്ല. ഇത് പെൻഷൻ പറ്റിയ പോലീസുകാരനായാലും എന്ന് പറയുമ്പോൾ നടേശൻ ദേഷ്യത്തിൽ എടി എന്ന് വിളിക്കുമ്പോൾ, വേണ്ട, എന്നെ അങ്ങനെ എടി പൊടി എന്നൊന്നും വിളിക്കേണ്ട. കണ്ടവരുടെ വീട്ടിൽ അട്ടിപ്പേറ് കിടക്കുന്ന നിന്റെ മകളില്ലേ, അവളെ പോയി വിളിക്കുക. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളിപ്പോ ഈ കാണിക്കുന്ന ആവേശമുണ്ടല്ലോ, അഡ്വക്കേറ്റ് സിദ്ധാർത്ഥനും ഞാനും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് കരുതിയിട്ട്, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ നിമിഷം വരെ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. സിദ്ധാർത്ഥനെ സ്വന്തമാക്കണം എന്നുള്ള ഒരു ചിന്തയും എന്റെ മനസ്സിലില്ല. എന്റെ സുധിയേട്ടന്റെ ഹൃദയമായി ജീവിക്കുന്ന ഒരാള് എന്നുള്ള പരിഗണന മാത്രമാണ് ഞാൻ സിദ്ധുവിന് കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഇനിയും എന്റെ പുറകെ നടന്ന് ഉപദ്രവിക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ സിദ്ധാർത്ഥൻ ഉറപ്പായും എന്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും എന്ന് വിരല് ചൂണ്ടിയിട്ട് നടേശനോട് പറയണം. നിങ്ങളുടെ മകളുടെയും നിങ്ങളുടെയും മുന്നിൽ വെച്ചായിരിക്കും ആ സംഭവം നടക്കുന്നത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് കേട്ടോ ദേവിക പോകുന്നത്. അത് കേൾക്കുന്ന നടേശന് ദേവികയോടുള്ള അരിശം കൂടി വരികയാണ്. പിന്നീട് ശരത്ത് അമൃതത്തെ കണ്ട് ചീത്ത പറയാൻ കേട്ടോ. അപ്പോൾ ഒപ്പം ശരവണനും കബനിയും കൂടി ഉണ്ടാവും. എന്നിട്ട് അമൃതത്തോട് പറയാണ്, നീ എന്തിനാണ് പൊന്നുമണിയായി ബീച്ചിലേക്ക് കൊണ്ടുപോയത്? അതുകൊണ്ടല്ലേ എല്ലാം തകർന്നത്. നീ ഞാൻ പറഞ്ഞ ജോലിയൊക്കെ നല്ലതുപോലെ ചെയ്യുമായിരുന്നു, പക്ഷേ ഇങ്ങനെ ഒരു അബദ്ധം കാണിച്ചത് കൊണ്ടല്ലേ ഇപ്പൊ എല്ലാം തകർന്നില്ലേ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? നിങ്ങളെ എങ്ങാനും പോലീസ് പിടിച്ചിരുന്നെങ്കിൽ ഞാൻ തലയൂരി രക്ഷപ്പെടും, പക്ഷെ നിങ്ങളെല്ലാവരും അകത്ത് പോവേണ്ടി വരും. നിങ്ങൾ 3 പേരും എല്ലാ പണികളും ചെയ്തോളാം എന്ന് പറഞ്ഞ് എല്ലാം അങ്ങ് ഏറ്റെടുക്കും. എന്നിട്ട് എന്താ, അവസാനം അതങ്ങ് ഉടച്ചു കളയും. അതല്ലേ ഇപ്പോൾ നിങ്ങൾ 3 പേരും ചെയ്യുന്നത്. എന്തിന്? അരവണന് വക്കീൽ സിദ്ധാർത്ഥനെ കൊല്ലാൻ വേണ്ടി 2 അവസരം കിട്ടി, എന്നിട്ട് അത് ഉപയോഗിച്ചു. കബനി പറയാണ്, അത് വക്കീൽ സാറിന്റെ ആയുസിന്റെ ബലം കൊണ്ടാണെന്ന് പറയുമ്പോൾ ശരത്ത് കളിയാക്കിയിട്ട് പറയുന്നു, എങ്കിൽ നീ ഒരു കൈനോട്ടക്കാരിയായിട്ട് അങ്ങ് ഇരുന്നേക്ക്. അമുദം ചോദിക്കുകയാണ്, എന്താണ് ശരത്തേട്ട ഞാൻ കാണിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, ഇനിയിപ്പോ തൽക്കാലം തമിഴ്നാട്ടിലേക്ക് തന്നെ പോയിക്കോ, എന്നിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് പോ, എന്നിട്ട് എൻ്റെ അമ്മ കിടന്ന ആ ഭ്രാന്താശുപത്രിയിലെ ആ സെല്ല് ഒഴിച്ചിട്ടേക്ക്, അത് ആർക്കും കൊടുക്കരുത്, അത് ദേവികയ്ക്ക് ഉള്ളതാണ്. എൻ്റെ അമ്മയുടെ തലയിൽ ഷോക്കേറ്റുന്ന അതേ വേദന അവളും അറിയണം, അവൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ് ഞാനത് എന്ന് പറഞ്ഞ് ദേവികയെ ഒരു ഭ്രാന്താശുപത്രി കൊണ്ടിടണം എന്നുള്ള മനസ്സിൽ ഓരോന്ന് ചിന്തിച്ച് കൂട്ടി വെക്കണം. പിന്നീട് ദേവിക ആലോചിച്ചിരിക്കുന്ന സമയത്താണ് അവിടേക്ക് മിലിൻ വരുന്നത്. അപ്പോൾ മിലിനെ കണ്ടപ്പോൾ ദേവിക സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ കേട്ടോ. എന്തായി, വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീർന്നോ എന്ന് ചോദിക്കുമ്പോൾ, തൽക്കാലത്തേക്ക് ഒന്ന് തീർന്നിട്ടുണ്ട്, പക്ഷേ ഇനിയും അതൊന്ന് തീരുമെന്ന് തോന്നുന്നില്ല, അങ്ങനെയല്ലേ ഞങ്ങളുടെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് ഓരോ പ്രാരാബ്ദങ്ങൾ പറയാൻ കേട്ടോ. അപ്പോഴാണ് പാർവതിയും മുത്തശ്ശിയും കൂടി പുറത്തേക്ക് വരുന്നത്. എന്നിട്ട് മുത്തശ്ശി ചോദിക്കുകയാണ്, അല്ല എന്താ മിലി നിന്റെ കയ്യിൽ എന്ന് ചോദിക്കുമ്പോൾ, ഇതൊരു ഇറച്ചിയാണ് മുത്തശ്ശി, പോത്തിന്റെ എന്ന് പറയുമ്പോൾ, ആ എന്നാ നീ അകത്തേക്ക് വായോ, അല്ലാതെ ഈ എരുമയോട് നിന്ന് സംസാരിക്കണ്ട. പാർവതി പറയാണ്, നിത്യയെ നോക്കുന്നതിന് നിനക്കിന്ന് ശമ്പളം തരേണ്ട ദിവസമല്ലേ, അത് ശരത്ത് നിന്റെ അക്കൗണ്ടിൽ ഇട്ടോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ ദേവിക പറയണ, അത് അച്ഛനോട് പറയാം, അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസയുണ്ട്, അതെടുത്താൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയണേ, നിന്റെ 1 രൂപ പോലും വേണ്ട, ഞങ്ങളുടെ നിത്യമോളുടെ കാര്യങ്ങളൊക്കെ ശരത്തുമോ നോക്കിക്കോളും എന്ന് പറയട്ടോ. അപ്പോൾ പാർവതി പറയണേ, എന്നാ നീ അകത്തേക്ക് വായോ, നമുക്ക് നിത്യമോളുടെ ദേഹമൊക്കെ ഒന്ന് തുടക്കണം എന്ന് പറയുമ്പോൾ ദേവിക പറയണേ, എങ്കിൽ ഞാൻ ചെയ്തോളാം അമ്മേ എന്ന് പറയുമ്പോൾ, നിന്റെ ഒരു സഹായവും വേണ്ട, ഞങ്ങൾ തന്നെ നിത്യമോളെ നോക്കിക്കോളാം പറഞ്ഞ് അവർ പോകാൻ കേട്ടോ. അങ്ങനെ ദേവിക വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് മനോഹരൻ
വരുന്നത്. എന്താ മോളെ, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അല്ല, ശരത്താണ് നിത്യയ്ക്ക് വേണ്ടിയിട്ടുള്ള പൈസ ചെലവാക്കുന്നത് എന്ന് പറഞ്ഞു. അത് വേണ്ടായിരുന്നു അച്ഛാ, ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്താൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ മനോഹരൻ പറയണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ മെലിന് കൊടുക്കാനുള്ള 3 മാസത്തെ ശമ്പളം ഒരുമിച്ച് തന്നെ ഞാൻ അവരുടെ ഏജൻസിയിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയട്ടോ. എങ്കിൽ അത് എവിടുന്നാണ് ഇത്രയും അധികം പൈസ അച്ഛന് കിട്ടിയത് എന്ന് ചോദിക്കുക. അത് ഞാൻ ഒരാളോട് കടം ചോദിച്ചതാണ്. അത് വേണ്ടായിരുന്നു അച്ഛാ, എൻ്റെ കയ്യിലുള്ള പൈസ എടുത്താൽ മതിയായിരുന്നില്ലേ? അത് വേണ്ട മോളെ, നിന്റെ കയ്യിൽ കുറച്ച് പൈസ ഇരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഞാൻ വീണു പോയാൽ നീയല്ലേ എനിക്ക് താങ്ങി പിടിക്കാനുള്ളൂ. അല്ല, ഈ ശരത്ത് എവിടേക്കാണാവോ രാത്രിയിൽ പോകുന്നത്? അവന് രാത്രി സഞ്ചാരം കുറച്ച് കൂടുതലാണല്ലോ എന്ന് പറയുമ്പോൾ ദേവിക പറയണേ, അച്ഛന് ചോദിക്കാമല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ പാർവതി പറഞ്ഞത് അവൻ്റെ അമ്മയെ കാണാൻ വേണ്ടി ഫ്ലാറ്റിലേക്ക് പോയി എന്നാണ്. അപ്പോൾ ദേവിക പറയണ, അവൻ്റെ അമ്മ അവരൊരു അപകടകാരിയാണ്, അവരെ ഒന്ന് സൂക്ഷിക്കണം. എനിക്ക് നല്ല സംശയമുണ്ട്. നിത്യ അന്ന് ശരത്തിൻ്റെ കള്ളത്തരം മനസ്സിലാക്കിയപ്പോൾ നിത്യ ശരത്തിനെ കാണാൻ വേണ്ടി ഫ്ലാറ്റിലേക്ക് പോയപ്പോൾ അവരുടെ അമ്മയാണ് നിത്യയെ ഇങ്ങനെ ചെയ്തത് എന്ന് എനിക്ക് നല്ല ഒരു സംശയമുണ്ട് അച്ഛാ. അവരുടെ പെരുമാറ്റവും അവരുടെ സംസാരമൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. സൂക്ഷിക്കണം മോളെ എന്ന് പറയുമ്പോൾ എനിക്കൊരു പേടിയുമില്ല അച്ഛാ. എനിക്ക് നിത്യമോളൊന്ന് സംസാരിക്കുന്നത് വരെ ജീവിക്കണമെന്നൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. പിന്നെ ശരത്തിൻ്റെ അമ്മ ആ ഫ്ലാറ്റിൽ തന്നെയാണ് താമസിക്കുന്നത് എന്ന് എനിക്കിത് തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ മനോഹരൻ പറയും, എങ്കിൽ അത് കണ്ടുപിടിക്കണം. എന്നിട്ട് ശരത്തിനെ നമുക്ക് ഇനി മുതൽ നിരീക്ഷിക്കുകയും വേണം എന്നൊക്കെ മനോഹരനും ദേവികയും കൂടി തീരുമാനിക്കാൻ കേട്ടോ. പിന്നീട് ശരത്തും അമ്മയും കബനിയും കൂടി സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ നിത്യയെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കാം, അതാണ് ഏറ്റവും നല്ലത്. കാരണം ദേവികയ്ക്ക് ദൈവാനുഗ്രഹം കൂടുതലുള്ളവളാണ്. അവൾ അമ്മയ്ക്ക് മുന്നിൽ പൊങ്കാലയിട്ടത് നിത്യ ഒരു പക്ഷേ സംസാരിക്കാനും എണീറ്റ് നടക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവൾ എണീറ്റ് നടന്നാലും സംസാരിച്ചാലും തോറ്റുപോകുന്നത് ഞാനും നീയും മാത്രമല്ല, ശ്രാവൺ മോൻ കൂടിയാണ്. അതുകൊണ്ട് ദേവികയ്ക്ക് നമ്മളോടുള്ള പക അത്രമാത്രം അധികം ഉണ്ട്. അതുകൊണ്ട് നിത്യയെ എത്രയും പെട്ടെന്ന് എണീപ്പിച്ച് നടപ്പിക്കാനും സംസാരിപ്പിക്കാനും ഒക്കെയാണ് അവൾ ശ്രമിക്കുകയുള്ളൂ. പിന്നെ നിത്യയുടെ മനസ്സിലാണെങ്കിലോ നമ്മളോടുള്ള പക അത്രമാത്രം അധികമുണ്ട്. അപ്പോൾ അവളുടെ മനസ്സ് എന്താണോ തോന്നുന്നത് അത് അവളുടെ ശരീരം അനുസരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവൾ സംസാരിക്കുകയും എണീറ്റ് നടക്കുകയും ചെയ്യും. അത് ഒരിക്കലും പാടില്ല. അവളെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കണം എന്ന് പറയുമ്പോൾ കബനി പറയണേ, എങ്കിൽ അത് തന്നെയാണ് സാറേ നല്ലത്, ഞാൻ തന്നെ അത് ചെയ്തോളാം എന്ന് പറയുമ്പോൾ അതൊക്കെ നിന്നോട് ഞങ്ങൾ വഴിയെ പറഞ്ഞോളാം. ഇപ്പോൾ അമ്മ പറയുന്നത് നീ അങ്ങ് അനുസരിച്ചാൽ മതി. അമ്മയുടെ കൂടെ ഫ്ലാറ്റിൽ നീ എപ്പോഴും സഹായത്തിന് ഉണ്ടാവണം എന്ന് പറയട്ടോ. അങ്ങനെ കബനിയെ മാറ്റി നിർത്തുകയാണ്. അപ്പോൾ കബനിയോട് ചോദിക്കുന്നുണ്ട്, പ്രഭാവതി നിനക്ക് കാശ് വല്ലതും വേണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട മേഡം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കബനി പോകുന്നത്. പിന്നീട് ദേവികയെ കുറിച്ച് പറയാൻ കേട്ടോ ശരത്തിനോട്. ശ്രാവണന്റെ ഓർമ്മ ദിവസം ആവാറായി തുടങ്ങി. അതിന്റെ മുന്നേ ദേവികയ്ക്കുള്ള എല്ലാ കെണിയും നമ്മൾ ഒരുക്കിയിരിക്കണം. ദേവികയെ പൂർണ്ണമായും പാർവതി വെറുക്കണം. അതിന്റെ മുന്നേ നിത്യയുടെ പട്ടട കത്തുകയും വേണം. എന്തായാലും നിത്യയെ കൊല്ലുന്ന കാര്യം മെലി നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തോളും. അവളെങ്ങാനും നമുക്ക് വട്ടം നിന്നാലോ ശരത്തെ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവൾക്ക് കൂടി ഒരു പെട്ടി തയ്യാറാക്കും, അത്രയേ ഉള്ളൂ അമ്മേ. പിന്നെ ദേവികയ്ക്കുള്ള ഭ്രാന്താശുപത്രിയിലെ ഒരു സെല്ല് അത് ഭംഗിയായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി അമൃതം പോയിട്ടുണ്ട്. ഞാൻ അവളെ കുറച്ച് മുന്നെയാണ് പറഞ്ഞു വിട്ടത്. അവൾ ഇവിടെ നിൽക്കുന്നത് അപകടമാണ്. കാരണം പോലീസുകാർ അവളെ ഇപ്പോൾ നോട്ടമിട്ടിട്ടുണ്ടാവും. പ്രഭാവതി പറയണ്, നമ്മൾ കണക്ക് കൂട്ടിയതുപോലെയൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്. ദേവികയ്ക്ക് ഭ്രാന്താശുപത്രിയിലേക്കും അതുപോലെ നിത്യയ്ക്കാണെങ്കിലോ സ്വർഗത്തിലേക്കുമുള്ള ടിക്കറ്റ് നമ്മളിപ്പോൾ തയ്യാറാക്കുകയാണ് എന്നൊക്കെ നല്ല ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് കേട്ടോ പ്രഭാവതി പറയുന്നത്. അങ്ങനെ പ്രഭാവതിയുടെയും ശരത്തിൻ്റെയും പ്ലാനുകളൊക്കെ അവസാനമാകുമ്പോഴത്തേക്കും ചീറ്റിപ്പോവും. എന്നിട്ട് പ്രഭാവതി ശരത്തിനോട് പറയണ, ഞാൻ എന്തായാലും അടുത്ത ദിവസം തന്നെ നിത്യയെ കാണാൻ വേണ്ടി അവിടേക്ക് വരുന്നുണ്ട്. അവളെ കൊല്ലാൻ പോകുന്ന വിവരം അവളോട് തന്നെ പറയണം. ചെറിയ പ്രായമാണ്, എന്ത് ചെയ്യാനാണ്, ചിലർക്ക് യുദ്ധത്തിൽ തോൽക്കണമെന്നല്ലേ വിധി, അതുപോലെ ആയി ആ കുട്ടിയുടെ ജീവിതവും എന്നൊക്കെ പറയട്ടോ. അങ്ങനെ നിത്യയെ കാണാൻ വേണ്ടി പ്രഭാവതി ഇനി മനോഹരന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. പിന്നീട് കാഞ്ചനയുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ വിശാലിന് കുറ്റബോധത്തോടു കൂടിയുള്ള സംസാരം കേൾക്കുമ്പോൾ കാഞ്ചന ചോദിക്കുകയാണ്, മോനെ നിനക്കെന്താ ഒരു മനം മാറ്റം പോലെ തോന്നുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ അമ്മയുടെ വെറും തോന്നലാണ്. ഞാൻ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടിയിട്ടുണ്ട്, അതുപോലെയൊക്കെ എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് പറയുമ്പോൾ കാഞ്ചന പറയണേ, എന്തായാലും ആ ഡോക്ടർ ജയശങ്കറിനോട് നീ ഒരിക്കലും വിട്ടുവീഴ്ച കൊടുക്കരുത്. നിന്റെ ഡാഡിയെ കൊന്നതിനുള്ള പക അയാളോട് തീർത്തിരിക്കണം എന്ന് പറയട്ടോ. പക്ഷേ ചിലപ്പോഴൊക്കെ എനിക്ക് ജയശങ്കർ തോറ്റു പോകുമ്പോൾ ഒരു വിഷമം വരാറുണ്ട്. അതെൻ്റെ കൂടപ്പുറപ്പായതുകൊണ്ടാവും. ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ അയാളെ സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കും. പക്ഷേ എന്നാലും നിന്റെ ഡാഡിയെ ഓർത്ത് ജയശങ്കറിനെ നീ വെറുതെ വിടരുത്. അയാൾ തോറ്റും തുന്നം പാടണം. നിന്റെ ഡാഡി അനുഭവിച്ച ആ കഷ്ടപ്പാടും വേദനയും അയാൾ അനുഭവിക്കണം. അതുമാത്രമാണ് എൻ്റെ ലക്ഷ്യമുള്ളത് എന്നൊക്കെ പറയട്ടോ കാഞ്ചന. അങ്ങനെ വിശാൽ പറയണ, ശ്രുതിമോളെ കാണാൻ വേണ്ടി ഹോസ്റ്റലിലേക്ക് ഒന്ന് പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഡോക്ടർ നിരഞ്ജൻ സമ്മതിച്ചാൽ മാത്രം എന്ന് പറയുമ്പോൾ കാഞ്ചന ചോദിക്കുകയാണ്, എന്തിനാണ് ഡോക്ടർ നിരഞ്ജൻ്റെ സമ്മതം? നിന്റെ കുഞ്ഞാണെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, എന്നേക്കാളും ഏറ്റവും കൂടുതൽ
കൂടുതൽ യോഗ്യത ഡോക്ടർ നിരഞ്ജന് തന്നെയാണ്. എന്നാലും എനിക്ക് ശ്രുതിമോളെ ഒന്ന് കാണണം. വളർച്ച എനിക്ക് അടുത്ത് നിന്ന് കാണാൻ പറ്റിയില്ലെങ്കിലും അകലെ നിന്നെങ്കിലും കാണാലോ എന്ന് പറയുമ്പോൾ കാഞ്ചനയ്ക്ക് ഒരു പേടി വരിക കേട്ടോ. കാഞ്ചന ചോദിക്കുകയാണ്, അപ്പോൾ എന്താണ് മോനെ നിനക്ക് പറ്റിയത്? നിനക്ക് എന്തോ നല്ല മാറ്റമുണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ അമ്മ? അങ്ങനെയൊന്നുമില്ല, എനിക്കൊരു കുഴപ്പമില്ല. എങ്കിൽ ശ്രുതിമോളെ കാണാൻ പോകുമ്പോൾ ഞാൻ കൂടി വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ട അമ്മ, ഞാൻ ആദ്യം പോവട്ടെ, എന്നിട്ട് പിന്നെ അമ്മയെ കൊണ്ടുപോയിക്കോളാം എന്ന് പറയട്ടെ. പിന്നീട് അക്ഷര കാഞ്ചന വരുന്നത് കണ്ടപ്പോൾ എവിടേക്കാണ് അപ്പച്ചി പോയത് എന്ന് ചോദിക്കാട്ടോ. അപ്പോഴത്തേക്കും നിരഞ്ജനും ജയശങ്കറും കൂടി വരികയാണ്. അപ്പോൾ കാഞ്ചന പറയണേ, ഞാൻ എൻ്റെ മോനെ കാണാൻ വേണ്ടി പോയതാണ്. ഞങ്ങളൊരു ഹോസ്പിറ്റൽ തുടങ്ങുകയാണ്. അത് കടം കള്ളിയൊന്നും വാങ്ങിയിട്ടല്ല, ഞങ്ങൾ നല്ല അടിപൊളി ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് തുടങ്ങാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ജയശങ്കറിനെ ഒന്ന് തട്ടിച്ച് പറയട്ടോ. അപ്പോൾ ജയശങ്കർ പറയണം, എത്ര അരച്ചാലും ചേമ്പുന്താൾ തന്നെയല്ലേ കറി എന്ന് പറയട്ടോ. അപ്പോൾ കാഞ്ചന പറയാണ്, അല്ല നിരഞ്ജ, ഞങ്ങൾ ഹോസ്പിറ്റൽ തുടങ്ങുന്നതിൽ നിനക്ക് വേണമെങ്കിൽ ഡോക്ടറായിട്ട് അവിടെ ജോലി എടുക്കാമെന്ന് പറയട്ടോ. അപ്പോൾ അക്ഷര പറയണം, അയ്യോ വേണ്ടായേ, ഞങ്ങൾ എങ്ങനെയൊക്കെ ജീവിച്ചു പോയിക്കോളാം. എൻ്റെ മോൻ വിശാല് ശ്രുതിമോളെ ഒന്ന് കാണാൻ വേണ്ടി പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ അക്ഷര പറയും, എന്തിനാണ് പോകുന്നത്? ശ്രുതിമോളെ കാണാൻ വേണ്ടി പോകാൻ പറ്റില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം? ശ്രുതിമോളുടെ അച്ഛൻ നിരഞ്ജനാണ്, അപ്പോൾ നിരഞ്ജൻ മാത്രം സമ്മതിച്ചാൽ മതി. ഞാൻ അതിന് സമ്മതിക്കില്ല, നിരഞ്ജൻ തന്നെയാണ് ശ്രുതിമോളുടെ അച്ഛൻ, അതിനെന്തിനത്ര പറയാനുള്ളത് എന്ന് പറയുമ്പോൾ വെറുതെ തുള്ളാതെ നിൽക്കടി എന്ന് പറയട്ടോ കാഞ്ചന. അപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഇതിലെന്തോ ഒരു ചതിയുമുണ്ട്. ഞങ്ങളുടെ ശ്രുതിമോളെ അന്ന് കാറിടിച്ച് കൊല്ലാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചതാണ്, ഇപ്പോൾ ഇതിലും എന്തോ ഒരു ചതിയുണ്ട്. അതുകൊണ്ട് ശ്രുതിമോളെ കാണാൻ വേണ്ടി നിങ്ങൾ ആരും അവിടേക്ക് പോവില്ല. പറയണേ, നീ ഇങ്ങനെ ബഹളം വെക്കേണ്ട, ആദ്യം ഞാൻ വിശാലുമായിട്ടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എന്ന് പറയുമ്പോൾ ജയശങ്കർ പറയണ, അല്ല, ഞാൻ എതിർത്താലും നിരഞ്ജൻ കുട്ടിയെ കാണാൻ വേണ്ടി വിശാലിന് സമ്മതം കൊടുക്കുമോ? അയ്യോ അതല്ല സാർ, ഇതിപ്പോ ഇവിടെ ഒരു തർക്ക വിഷയമാവണ്ട എന്ന് കരുതി പറഞ്ഞതാണ്. ആദ്യം ഞാൻ വിശാലിനെ ഒന്ന് കണ്ട് സംസാരിക്കട്ടെ എന്നും പറഞ്ഞ് നിരഞ്ജൻ പോവുകയാണ്. എപ്പിസോഡിൽ പ്രഭാവതി നിത്യയെ കാണാൻ വേണ്ടി ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിത്യ നല്ല ഉറക്കത്തിലായിരിക്കും. അപ്പോൾ പ്രഭാവതി കൈവിരൽ ഞൊട്ടി വിളിച്ചുകൊണ്ട് നിത്യയെ അങ്ങ് ഉണർത്തുകയാണ് കേട്ടോ. അപ്പോൾ നിത്യ പെട്ടെന്ന് പ്രഭാവതിയെ കാണുമ്പോൾ ഒന്ന് പേടിക്കുന്നുണ്ട്. പ്രഭാവതി അന്ന് പർദ്ദ ഇട്ട് വന്ന ആ വേഷത്തിലാണ് കേട്ടോ നിത്യയ്ക്ക് പ്രഭാവതിയെ കാണുമ്പോൾ തോന്നുന്നത്. അങ്ങനെ പേടിയോട് കൂടിയിട്ടാണ് കേട്ടോ നിത്യ പ്രഭാവതിയെ നോക്കുന്നത്. അങ്ങനെ പ്രഭാവതി സ്വകാര്യത്തിൽ പറയുകയാണ് നിത്യയോട്, നീ ഇനി അധിക കാലമൊന്നും ഇങ്ങനെ കിടക്കില്ലടി, നിന്നെ ഞങ്ങൾ ഇല്ലാതാക്കാണ്, നീ ഇനി സ്വർഗത്തിൽ പോയാൽ മതി, നിന്റെ ഏട്ടനുമൊത്ത് ഇനി സന്തോഷത്തോടു കൂടി അവിടെ ഇരുന്ന് എല്ലാം കാണൂ എന്ന് പറഞ്ഞ് ഓരോന്നും തട്ടിച്ചു പറയുകയാണ് കേട്ടോ. അപ്പോൾ മെലിനെ കണ്ട് പ്രഭാവതി സംസാരിക്കുകയാണ്, ഇന്ന് തന്നെ ഇവളെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പ്രഭാവതി പോകുന്നത്. അങ്ങനെ മെലി നിത്യയെ കൊല്ലാൻ വേണ്ടി കഴുത്ത് നെരിച്ച് അമർത്തുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇനി ദേവിക അവിടെ എത്തും. അങ്ങനെ നിത്യയെ മെലിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ നിത്യയെ നോക്കുന്ന സമയത്ത് ദേവികയ്ക്ക് ഒരു സംശയം വരികയാണ്. നിത്യ ശ്വാസം എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുന്നത് പോലെയും എന്തോ പേടിച്ചതുപോലെയൊക്കെ കാണുമ്പോൾ ദേവികയ്ക്ക് ഒരു സംശയം വരികയാണ്.